ചേട്ടൻ മുഴുവൻ പേരെന്നാ പറഞ്ഞ? വർക്കി വർക്കി പി ടി. വർക്കി PT അല്ല, വർക്കി LT. ഭൂലോക തോൽവിയെന്ന്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, പറയുന്നുകൊണ്ടൊന്നും വിചാരിക്കരുത്. കുറെ നാളുകളായിട്ട് നിങ്ങൾ ഞങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഞാനോ? വാടക തരുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങ് ചൂഷണം ചെയ്യുക. സത്യമാ വാടക തരുന്നില്ല എന്ന് പറഞ്ഞ് ചൂഷണം ചെയ്യാവോ? അല്ല, എന്നിട്ട് തീർത്ത് കൊടുക്കാതിരിക്കുമല്ലോ. ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ കാശ് കൊണ്ടല്ലേ ചേട്ടൻ കഴിയുന്നു. ചേട്ടൻ എന്തെങ്കിലും ഒരു പണിക്ക് പോകുന്നുണ്ടോ? ഞങ്ങൾ പണിക്ക് പോകുന്നില്ല, കാരണം ഞങ്ങൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾക്ക് പ്രാരാബ്ദമൊന്നും ഞങ്ങൾക്കില്ല. ആ ക്ലാരാൻഡിയെ സമ്മതിക്കണം. അതെ, ഇങ്ങനെ ഒരു ലോക തോൽവിയെ കൊണ്ടു നടക്കുന്നത് അല്ലേ? ഞങ്ങളുടെ നാട്ടിലെങ്ങാനായിരുന്നു ഈ അടിയും പിടിയും കഴിഞ്ഞിട്ട് ഇപ്പൊ ഡിവോഴ്സ് കഴിഞ്ഞാൽ. സത്യം. അത് പുള്ളിക്കാരൻ സമ്മതിക്കണം, തൊഴണം കേട്ടോ പുള്ളിക്കാരന്. എന്നാത്തിന്? നിങ്ങളെ അടിച്ചിറക്കിയല്ലേ വീട്ടിൽ നിന്ന്, നിങ്ങളുടെ സ്വന്തം അപ്പൻ അല്ലേ? എന്നിട്ട് അവിടെ ആരെയോ എന്തോ കൊക്കറനോ ആരെയോ കൊണ്ട് പറ്റിച്ചിട്ട് ഇവിടെ വന്ന് ഇരിക്കല്ലേ? എടാ, ഈ പുള്ളി പറഞ്ഞ ഈ പുള്ളിയുടെ കഥകളൊന്നും നമുക്ക് അറിയത്തില്ല. സത്യം. ഇത് നാട്ടിലെ മുഴുവൻ ആൾക്കാരും കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാൻ തന്റെ കഥ. അതെന്റെ അപ്പൻ എന്നെ പഞ്ഞി ബിസിനസിന് വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചത്. അങ്ങനെ ഒന്നും അല്ല. ഈ കഥ ചേട്ടൻ പറയുന്ന കഥയല്ല, നാട്ടിലെ ആൾക്കാർ പറയുന്നത്. സത്യത്തിനെ പറ്റി ഈ നാട്ടുകാർക്ക് ഒരു ഇമേജ് ഉണ്ടെന്ന് അറിയോ? വെറും പൊട്ടനാ. അതാണ് മനസ്സിലായ? അതൊക്കെ നിന്റെയൊക്കെ തോന്നലാണ്. അപ്പൊ ഞങ്ങളുടെ തോന്നലാണല്ലോ നാട്ടുകാർ. ഞങ്ങൾക്ക് ഒരു പണിയില്ലല്ലോ രാവിലെ നിങ്ങളെ ഇരുത്തിയിട്ട് ഇങ്ങനെ ഉപദേശിക്കാൻ വേണ്ടിട്ട്. നിങ്ങൾ പറയുന്ന പോലെ ഒന്നും അല്ല. പിന്നെ അല്ല അങ്ങോട്ട് ഇറങ്ങി നോക്കണം. നല്ല പേരും വിലാസമാണ് താങ്കൾക്ക് കേട്ടോ. ഈടാ, നിനക്ക് വേറെ പണി. ഈ പുള്ളി എടുത്ത് പറഞ്ഞ് ഇതൊന്നും പറയാനല്ല ഞങ്ങൾ വന്നത്. ഞങ്ങളെ മെക്കിട്ട് കയറാൻ വന്നോണ്ടല്ലോ. തന്റെ രണ്ടാമത്തെ ബാക്കിയുള്ള അത് ഒരു ഫോണും കൊണ്ട് നടക്കുക. ഇയാൾ ആര് വിളിക്കാനാ? ഒരു ഫോണും കൊണ്ട് 24 മണിക്കൂർ ഫോൺ പിടിച്ചോണ്ട് നടക്കും. ആര് വിളിക്കാനോ ഇയാളെ? ആർക്കും വേണ്ട തന്നെ. ഞങ്ങൾക്ക് ഒരുപാട് പരിപാടികൾ. ഞങ്ങള് പോട്ടെ. ഹലോ അയ്യോ, വക്കീച്ചായ പറ. നീ എവിടെയാ? ഞാൻ കാലിലോട്ട് പോണു. നമുക്ക് കുന്നുമേലൊന്ന് പോണം. ഏത് കുന്നുമേല്? എടാ, മറ്റേ കുന്നത്ത മന്ത്രവാദി ഇല്ലേ, ദുർമന്ത്രവാദി. അവിടെ എന്താ കാര്യമൊക്കെ ഉണ്ട്. നീ പറയണം, അങ്ങോട്ട് ചെയ്താൽ മതി. എന്റെ വർക്കിച്ചായ അങ്ങോട്ട് പോയാൽ തിരിച്ചു വരുമ്പോൾ തോന്നണോ? അയാൾ ചുട്ട പോലെ പറപ്പിക്കുന്ന ആളാ. എനിക്കൊന്ന് കാണണം. നിനക്കെന്താ? എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. പ്രശ്നം എന്താ? പ്രശ്നമൊക്കെ ഞാൻ പറഞ്ഞോളാം. നിനക്ക് വരാൻ പറ്റുമോ? ഞാൻ കാവിലോട്ട് പോണ്. വരാം. എന്നാ പെട്ടെന്ന് വാ. നിങ്ങളുടെ ആലോചിച്ച് തന്നെയാണോ? ഞാൻ എല്ലാം ആലോചിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് വിശ്രമമില്ല. ഞാൻ വരാം. നിൽക്കാം. അവന്മാരെ ഇനി ഇവിടെ നിന്ന് കെട്ടിച്ചിട്ടേ ഈ വർക്കിക്ക് ഇനി വിശ്രമമുള്ളൂ. കൊത്തി മുറത്തേക്ക് കയറി കൊത്താൻ തുടങ്ങി. അല്ല പിന്നെ പുല്ല് എല്ലാം ശരിയാക്കുന്നുണ്ട് ഞാൻ. അവനൊക്കെ വർക്കി ആരാന്നറിയത്തില്ല. എടാ ജീവന്മാനെ, എടാ ഇത്തിരി പൈസയെങ്കിലും വാടക താടാ. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കണ്ടേ? നിങ്ങക്ക് ഫുഡ് തരണ്ടേ? ഇതിനൊക്കെ ഞാൻ എവിടുന്ന പൈസ കാണുന്നത്? ഈ ഒരാഴ്ച കൂടി ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഒരാഴ്ച സെറ്റാവും. ഓഹോ, വെയിറ്റ് ചെയ്താൽ മതിന്നൊക്കെ. ആന്റി ആണെങ്കിൽ മറ്റേ എന്താ പറയാ, കെഞ്ചാണ് പൈസക്ക്. കാലും കൂടെ പിടിക്ക്. പിന്നെ അവരോടൊക്കെ എനിക്ക് ചൂടാകാൻ പറ്റുമോ മോളെ? അച്ചോടാ, ചൂടാവാൻ പറ്റില്ലെങ്കിലേ ഇവന്മാരെ പോലെ താന്തോന്നികളെ പിടിച്ച് ഫ്രീ ആയിട്ട് താമസിപ്പിക്കാതെ വല്ല അനാഥരെയും പിടിച്ച് താമസിപ്പിക്കും. ആന്റി, എന്റെ കാശ് ഞാൻ വിത്തിൻ 24 hours ഒരാഴ്ചക്കുള്ളിൽ തന്നിരിക്കും. ഹലോ, 24 seconds പോലും നിനക്ക് തരത്തില്ല. ഇപ്പൊ പൈസ എടുത്തുകൊണ്ടെത്താ, ഇല്ലെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങിക്കോ. അയ്യേ, ഞാനിപ്പോൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ആന്റി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞങ്ങളെപ്പോലുള്ള 2 തടിമിടുക്കന്മാരെ ആൺകുട്ടികളുള്ളതുകൊണ്ടാണ് ഇവിടെ ഒരു അക്രമവും നടക്കാത്തത്. വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വരുന്ന ഓരോരോ വീഡിയോസുകളൊക്കെ ആന്റി ഒന്ന് കാണണം. ഹിന്ദിക്കാരും ഓരോരുത്തരൊക്കെ ആയിട്ട് വീട്ടിൽ കയറി വന്നിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കാനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെപ്പർ സ്പ്രേ അടിച്ചിട്ട് മയക്കി കിടത്തിയിട്ട് മാലയൊക്കെ മോഷ്ടിച്ചോണ്ട് പോകുന്നു.
ആണോ? ആ ഇതിപ്പോ ഞങ്ങളുള്ള കാരണം ഉണ്ടല്ലോ ഒരുത്തനും ഈ പരിസരത്തേക്ക് വരുന്നില്ല. ഇവന്മാരെക്കാളും വലിയ കള്ളന്മാർ ഈ ലോകത്തുണ്ടാവത്തില്ല. കാട് പിടിച്ച കാട് നിറച്ചും ഫോറസ്റ്റാ. ഇഴജന്തുക്കളുണ്ടെങ്കിൽ നീ കണ്ടില്ലേ ഇതൊക്കെ ഉണ്ട് കയറി. ഈ കുപ്പിയിലെ ചാക്കിന് ഒരു ദിവസത്തെ ആയുസേ ഉള്ളൂ. ഞാൻ പറയുന്ന ഈ മന്ത്രം പറഞ്ഞുകൊണ്ട് വേണം ഈ കുപ്പിയുടെ അടപ്പ് തുറക്കാൻ. ഓ ചാത്തനായ ചാത്തസ്യായ ചസ്തസ്യാര നമഃ. ഈ മന്ത്രം പറയുമ്പോൾ തെറ്റുകയോ ഈ മന്ത്രം പറയാൻ മറക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ സഹായിയായി വരുന്ന ഭൂതം നിനക്ക് ദോഷം മാത്രമേ ചെയ്യൂ. ഈ ഒരു ദിവസം കൊണ്ട് തന്നെ അവൻ നിന്നെ പരലോകം കാണിക്കും. നിന്റെ ഉറ്റ തോഴലും നിന്റെ കുടുംബക്കാരും നിന്നെ വിട്ടകലും. ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? ഇനി അവന്മാര് ഓടും. ഈ ഭൂമി വിട്ട് തന്നെ ഓടും. നോക്കിക്കോ, അവന്മാർക്ക് ബാക്കി ആരാന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. കളി എൻ്റെ അടുത്താണ്. ഈ മന്ത്രവാദി ഇതേമാതിരി എത്ര അവന്മാരെ വായിപ്പിച്ചിട്ടുള്ളതാ. എന്നിട്ടാണ് ഇത്ര എണ്ണം പോലത്തെ ഇവന്മാര് എൻ്റെ അടുത്ത് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ആ ഈ മന്ത്രം പറയുമ്പോൾ തെറ്റുകയോ ഈ മന്ത്രം പറയാൻ മറക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ സഹായിയായി വരുന്ന ഭൂതം നിനക്ക് ദോഷം മാത്രമേ ചെയ്യൂ. ഞാൻ സ്വതന്ത്രനായി. നീ എന്താടാ മന്ത്രം ചൊല്ലാതിരുന്നേ? എന്റെ വാടക ഞാൻ കൊടുത്തോളാം. നമ്മൾ വലിയ കാശുള്ള ആൾക്കാരെന്നാലെ പോലെ നിത്യ പോലെ ഞങ്ങള് കാശില്ലാത്ത പെട്ടവർ. പക്ഷെ ഞങ്ങള് കാശുണ്ടാക്കി തന്നിട്ട് ഞങ്ങൾ അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് വന്നാ. ആ കണ്ടോ, ഇവൻ എൻ്റെ അടുത്ത് അഹങ്കാരത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ആന്റിക്ക് ഇവനാണോ ഞാനാണോ വലുത്? എനിക്ക് ഇപ്പൊ അറിയണം. ഇവന്മാർ ഇവിടെ വേണോ നിത്യ ഇവിടെ വേണോ? ആന്റി ഞാൻ എന്റെ കാശ് കൊണ്ടല്ലാതെ ഞാൻ ഈ അടുക്കളയിലേക്ക് കയറുകയല്ല. ആ ഒന്നല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഫുഡ് എന്തെങ്കിലും വേസ്റ്റ് ചെയ്യാറുണ്ടോ? ഇല്ലല്ല. ഇല്ല. ആ അങ്ങനെ വേണം. അങ്ങനെ ആഹാ ഇവന്മാർക്കിട്ട് ഒരു പണി കൊടുക്കണമല്ലോ. എടാ മര്യാദ ഇറങ്ങി വന്നോ, അല്ലെങ്കിൽ ഇടല്ലോ വർക്കിനെ തനി കൊണന്നീ അറിയും. ഇറങ്ങി വാടാ. ആ വർക്കിനെ ഇവിടുന്ന് വർക്കിനെ പറമ്പിൽ പോലും കണ്ടുപോകരുത്. എടാ ഇറങ്ങി വരാൻ. നിന്നെ ഞാനിത് പരലോകം കാണിക്കൂടാ. എവിടെയാടാ? ഇറങ്ങി വാടാ ഇങ്ങോട്ടേക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഞാൻ കാണിച്ചു തരാം. രാവിലെ തന്നെ ചുമ്മാ എന്നോട് ആ വർക്കിച്ചനല്ലേ അയാളുടെ അടുത്ത് ഇങ്ങനെ ചുമ്മാ ചോറിയും പറഞ്ഞോണ്ടിരിക്കുക. അതൊന്നും കുഴപ്പമില്ല. പിന്നെ എടാ എടാ വർക്കിച്ചിന് ഒരു കാര്യമില്ലാണ്ട് എന്റെ മോന്തക്കിട്ട് തല്ലിടാ. വർക്കിച്ചനാ? ആ നിന്നെ തല്ലിയെന്നാ? എടാ എന്നെ തല്ലിയെന്ന്. ഒന്ന് പോയാടാ ചുമ്മാ. എടാ ആ പുള്ളി ചുമ്മാ കിടന്ന് തെറി വിളിച്ചോണ്ടിരിക്കുന്നു. അത് മുഖത്ത് നോക്കാതെ വേറെ അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് നമ്മളെ തെറി വിളിച്ചോണ്ടിരിക്കുന്നത്. അല്ല ഇയാൾ എന്ത് പറഞ്ഞാ നിന്നെ തല്ലിയത്? ഇറങ്ങി പോടാന്ന് പറഞ്ഞ ഒറ്റയടിയതാ. ഇറങ്ങി പോടാന്നാ? അതേന്ന്. നമ്മളെ നോക്കിട്ട് മുഖത്ത് നോക്കിട്ട് അല്ലേ എന്റെ പൊന്നോ എന്റെ കൈ കൊണ്ട് ഇത് തന്നാണ്ടല്ലോ. എടോ പോടാ അവിടുന്ന്. എടോ താനെന്തിനാ ഇവനെ തല്ലിയത്? ഞാനോ? ആ എപ്പ തല്ലി? ആഹാ തല്ലിയില്ലേ? എടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ പൊയ്ക്കോ, എന്റെ കാലിന് നീ പണി ഉണ്ടാക്കി വെക്കരുത്. ആ അതെ, ഇങ്ങോട്ട് മുഖത്ത് നോക്കി സംസാരിക്കും. താൻ ആരോടെ ഈ സംസാരിക്കണേ? ഇങ്ങനെ തന്നെയായിരുന്നു ഈ പുള്ളി നേരത്തെ. മോനോടല്ല. മോനോടല്ല. എടാ കഷണി തല നിന്റെ അപ്പനാടാ. അപ്പനെ വിളിക്കണോ? അപ്പനെ വിളിക്കുന്നോ? എടാ എടാ പോടാ. ഇവിടെ തന്നെ ഉണ്ട്. നീ പോയല്ലേ? നേരെ നോക്കി, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ആ നീ പോയല്ലേ?
നീ പോ, എനിക്കറിയാം. നിനക്ക് കിട്ടേണ്ട ഒരു ഇതുണ്ടായിരുന്നു. എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. എന്ത് ആരോടി സംസാരിച്ചോണ്ടിരിക്കണേ? അത് വേറെ തന്നെയോടാ. എന്തായാലും നമുക്ക് ഡിന്നറിന് കാണാം. കുറച്ച് തിരക്കുണ്ട്. അതൊക്കെ ഈ പുള്ളി അഭിനയിക്കുന്നതാടാ. ഇക്കിട്ട് തല്ലിയപ്പോഴത്തേക്ക് നല്ല വേദന എടുത്ത് നിൽക്കും. എന്താ പ്രാന്തായ? അല്ലെങ്കിൽ ഭ്രാന്തായത്, അല്ലെങ്കിൽ പുള്ളി അഭിനയിക്കുന്ന കൈ പോയി. അഭിനയിക്കണാണെങ്കിൽ പുള്ളിക്ക് ഒരു അവാർഡ് കൊടുക്കണം. ആ ഫ്രസ്ട്രേഷൻ അങ്ങ് പോയിക്കോട്ടെ. ഒരെണ്ണം പൊട്ടിക്കണം അടിക്കാൻ പറ്റില്ല, തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലേ? കുഴപ്പമില്ല, വേദന എടുക്കുന്നു. നമുക്ക് ഡിന്നറിന് കാണാം. ഡിന്നറിന്